പ്രണയമണിത്തൂവൽ ഭാഗം 19. ഇനി എന്ത് ചെയ്യും? അനുവിനേത്ത് ഇവിടെ പോയതായിരിക്കും. ആരും ഒന്ന് വിളിക്കുക. പ്രദീപിനെ വിളിച്ചാലോ? അവൾ ആലോചിച്ചു. പിന്നെ ഫോണെടുത്ത് പ്രദീപിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. 2 തവണ റിങ് ചെയ്തത് ഫോൺ എടുക്കപ്പെട്ടു. ഹലോ പ്രദീപ്, ഞാൻ പ്രിയാണ്. എന്താ പ്രിയ? അത് മനുവീട്ടിന് അങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇന്ന് വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എന്തു പറ്റി? എനിക്ക് പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. മനുവേട്ടന് ഇതുവരെ എത്തിയിട്ടില്ല. പനിയായതുകൊണ്ട് ഞാൻ ലീവ് എടുത്ത് നേരത്തെ പോന്നിരുന്നു, അതുകൊണ്ട് വിളിച്ചതാ. ഓ, ഇവിടെ വന്നിട്ടില്ല മാഡം. വന്നാൽ ഞാൻ പറയാം. ശരി. കോൾ കട്ട് ചെയ്ത് അവൾ പരിഭ്രമത്തോടെ ഇരുന്നു. ഇനി എന്താ ചെയ്യുക? ഈശ്വര, എൻ്റെ മനുവേട്ടന് ഒരാപത്തും കൂടാതെ ഇങ്ങനെ എത്തിക്കണേ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അബി ആകെ ദേഷ്യത്തിലായിരുന്നു. അവൻ നേരെ വീട്ടിലേക്ക് വിട്ടു. വണ്ടിയുടെ ഹോണടി കേട്ട് പ്രിയ ഓടി വന്ന് വാതിൽ തുറന്നു. ശരവേഗത്തിൽ പാഞ്ഞു വന്ന കാർ സഡൻ ബ്രേക്കിട്ട് നിർത്തി. ഒരു നിമിഷം ഇരുന്ന് കിതച്ചതിന് ശേഷം അബി ഡോർ തുറന്ന് പുറത്തിറങ്ങി. വാതിൽക്കൽ നിൽക്കുന്ന പ്രിയയെ കണ്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഒന്നും മിണ്ടാതെ കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് പാഞ്ഞു കയറി അച്ഛൻ്റെ ഓഫീസ് റൂമിലേക്ക് ചെന്നു. ഷെൽഫ് തുറന്ന് മദ്യക്കുപ്പി എടുത്ത് നേരെ മുറിയിലേക്ക് നടന്നു. ഇത് കണ്ട് പ്രിയ ആകെ നടുങ്ങി. അവൾ അവന് പിന്നാലെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയതും ബോട്ടിൽ തുറന്ന് അവനത് ഒറ്റ വലിക്ക് കുടിച്ചു. പിന്നാലെ വന്ന പ്രിയ ഇത് കണ്ട് ഞെട്ടി. അവൾ ഓടിച്ചെന്ന് കുപ്പി പിടിച്ച് വാങ്ങിക്കാൻ ശ്രമിച്ചു. എന്താ മനുവേട്ടിത്? എന്താ കാണിക്കുന്നത്? അവൻ ദേഷ്യത്തോടെ അവളെ പിടിച്ച് തള്ളി. തൊട്ടു പോകരുത് തന്നെ. എന്നറിയാൻ നീ ആരടി? ഞാൻ കുടിക്കൂ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കുടിക്കൂ, തടിയാൻ ഒരിക്കലും വരണ്ട. കുഴഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, മതി കുടിച്ചത്. അവൾ കുപ്പി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. പിടിവലിക്കിടയിൽ കുപ്പി താഴെ വീണ് പൊട്ടി. അത് കണ്ട് അവൻ കോപം കൊണ്ട് ജ്വലിച്ചു. ഇടി! അവൻ കൈ ആഞ്ഞു വീശി ആഞ്ഞൊന്ന് കൊടുത്തു അവളുടെ കവളിൽ. അവൾ കവളം പിടിച്ച് നിലത്തേക്ക് വീണു. ഇതൊക്കെ ചെയ്തിട്ടും മതിയായിടി നിനക്ക്? എൻ്റെ ജീവിതം നീ തകർത്തു. ഇനി നിനക്ക് എന്താണ് വേണ്ടത്? എൻ്റെ ജീവനോ? അവൾ വിഷമത്തോടെ അവനെ നോക്കി. മനുവേട്ട, ചീ, മിണ്ടരുത്. ഇത്രയൊക്കെ ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? നിൻ്റെ അച്ഛൻ നിനക്ക് വാങ്ങി തന്ന കൊലുസ് കൊടുത്ത് കളഞ്ഞതോ? അതാണെങ്കിൽ ഇതാടി, പിടിച്ചോ നീ, നിൻ്റെ അച്ഛൻ വാങ്ങി തന്ന കൊലുസ്. അതും പറഞ്ഞ് അവൻ കീശയിൽ നിന്ന് തൻ്റെ പേഴ്സ് എടുത്തു. അതിൽ നിന്നും 2 വെള്ളി കൊലുസെടുത്ത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അതുകൊണ്ട് അവൾ ശരിക്കും അമ്പരന്ന് പോയി. തൻ്റെ അച്ഛൻ വാങ്ങി തന്ന അതേ കൊലുസ് ഇതിങ്ങനെ ഇപ്പോൾ ആ വീടിൻ്റെ കയ്യിൽ വന്നു? ഇതെങ്ങനെ എൻ്റെ കയ്യിൽ വന്നു എന്നാവും നീ ചിന്തിക്കുന്നത്. അന്ന് രാത്രി ആരും കാണാതെ കുളത്തിലിറങ്ങി മുങ്ങിത്തപ്പി എടുത്തതാ ഞാൻ. ഇത് നിനക്ക് തരാതിരുന്നത് എനിക്ക് എപ്പോഴും നിന്നെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാടി. അതിനാടി ഇത് ഞാൻ എൻ്റെ പോക്കറ്റിൽ തന്നെ കൊണ്ട് നടന്നത്. അവൻ പറഞ്ഞത് കേട്ട് വിശ്വസിക്കാനാവാതെ കണ്ണും വീഴ്ച അവൾ അവനെ നോക്കിയിരുന്നു. നിനക്കറിയോടി നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചിരുന്നെന്ന്? ആ ഇഷ്ടം തുറന്നു പറയാനല്ലേ ഞാനന്ന് നിൻ്റെ കോളേജിൽ വന്നത്. പക്ഷെ അവിടെ വന്നപ്പോൾ ഈ പല വരുണിനോട് ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ട് എൻ്റെ നെഞ്ചാ തകർന്നത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനല്ലേടി ഞാൻ ബിസിനസ്സിന് മുഴുകിയത്. സത്യത്തിൽ നിൻ്റെ മറക്കാനാണ് ഞാൻ നീലിമയെ സ്നേഹിച്ച് തുടങ്ങിയത്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞില്ല. തറവാട്ടിൽ വന്ന് നിന്നെ കാണുമ്പോഴല്ല ഞാൻ അറിയാതെ നിന്നിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിൻ്റെ കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ നെരിപ്പോടിൽ എന്ന പോലെയാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. അറിയൂടി നിനക്ക്? അവസാനം കല്യാണം മുടങ്ങി നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ എന്ത് നിലത്തെ സന്തോഷമാണ് തോന്നിയത്. പക്ഷേ എൻ്റെ ഈഗോ അതൊന്നും പുറത്ത് കാണിക്കാൻ അനുവദിച്ചില്ല. പക്ഷെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. പക്ഷേ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് നീ ഇല്ലാതാക്കിയില്ലേ. എല്ലാവരുടെയും മുന്നിൽ തെറ്റ് ചെയ്യാതെ തെറ്റുകാരനാക്കിയില്ലേ നീ? അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കട്ടിലിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. എല്ലാം കേട്ട് ആകെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു പ്രിയ. അവൾക്കും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൾ പതിയെ അവൻ്റെ അരികിലേക്ക് ചെന്നു. അവൻ്റെ തോളിൽ കൈവച്ചു. മനുവേട്ടാ, അവൾ വിളിച്ചതും അവൻ അവളെ കിടക്കയിലേക്ക് വലിച്ചിട്ട് അവളുടെ ഇരുവശത്തുമായി കൈകളൂന്നി നിന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്ന് ജ്വലിച്ചു. ആ ഭാവം കണ്ട് അവൾ ഭയന്നു.
മിണ്ടരുത് നീ. തെറ്റ് ചെയ്യാതെ തെറ്റുകാരൻ എന്ന് പേരേറ്റുവാങ്ങാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് അത് ഞാൻ ചെയ്യാൻ പോവാം. അതും പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ അമർത്തി. അവൾ ഭയന്ന് അവനെ തള്ളി മാറ്റി എഴുന്നേറ്റ് ഓടാനൊരുക്കിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. എവിടേക്കാടി നീ ഓടുന്നത്? അവൻ അലറിക്കൊണ്ട് അവളുടെ സാരി പിടിച്ചഴിച്ച് വലിച്ചെറിഞ്ഞു. കറങ്ങുന്ന ഫാനിൽ കൊണ്ട് ആ സാരി പല കഷ്ണങ്ങളായി മുറിയിലാകെ ചിന്നിച്ചിതറി. അവൾ ഞെട്ടി. കൈകൾ കൊണ്ട് മാറി മറിക്കാൻ ശ്രമിക്കവേ അവൻ അവളെ പിടിച്ച് വലിച്ച് കട്ടിലിലേക്കിട്ടു. മനുവേട്ട, മനുവേട്ട, എന്തേത്? വിട്! അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇല്ലടി, ഇനി എനിക്ക് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ഞാൻ സഹിച്ചു കഴിഞ്ഞു. എനിക്കുണ്ട് ജയിക്കാൻ കൊതിക്കുന്ന ഒരു മനസ്സ്. എനിക്ക് ജയിക്കണം. അതും പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. അതിയായ ആവേശത്തോടെ അവളിലേക്ക് അവൻ പടർന്നു കയറി. വേണ്ട! അവൾ പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് അവൻ്റെ പിടിയഴിഞ്ഞു. ബോധം മറിഞ്ഞ് അവൻ കട്ടിലിലേക്ക് വീണു. പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മയക്കത്തിൽ അവൻ എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നുണ്ടായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടച്ചു. വേഗം എഴുന്നേറ്റ് സാരി എടുത്തു. പിന്നെ അവനെ പിടിച്ച് കിടത്തി പുതപ്പെടുത്ത് പുതപ്പിച്ചു. നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ച കാളേ, അവൻ അർദ്ധബോധാവസ്ഥയിൽ കരഞ്ഞുകൊണ്ട് പുലമ്പി. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ചു. മനുവേട്ട, ഞാനല്ല മനുവേട്ട അത് ചെയ്തത്. മനുവേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഈ താലി ഞാൻ ഏറ്റുവാങ്ങി ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. മനുവേട്ടൻ്റെ ദേഷ്യവും അവഗണനയും ഒക്കെ സഹിച്ചത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ നമ്മുടെ വിവാഹകാര്യം പോലും ഞാൻ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എന്തൊക്കെ വന്നാലും മനുവിൻ്റെ കുറ്റക്കാരനാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്ത് വേണമെന്ന് എനിക്കറിയാം. അവൾ കണ്ണുകൾ തുടച്ച് ദൃഢനിശ്ചയത്തോടെ എഴുന്നേറ്റു. സൂര്യവെളിച്ചം കണ്ണിലടിച്ചതും അഭിയൊന്ന് ഞരങ്ങി. പതിയെ കണ്ണുകൾ തുറന്ന് അവൻ എഴുന്നേറ്റു. തലയ്ക്കകത്ത് വല്ലാത്തൊരു കനം പോലെ. അവൻ അവശതയോടെ എഴുന്നേറ്റു. വിരലുകൾ കൊണ്ട് മുടി പിടിച്ചു വലിച്ചു. ശ്വാസമൊന്ന് വലിച്ചു വിട്ട ശേഷം അവൻ ചുറ്റും നോക്കി. ഇന്നലെ എന്താ സംഭവിച്ചത്? ദേഷ്യത്തോടെയാണ് താൻ ഇവിടേക്ക് വന്നത്. വന്ന ഉടനെ അച്ഛൻ്റെ മുറിയിൽ ചെന്ന് മിലിറ്ററി കോട്ടയെടുത്ത് മുറിയിലേക്ക് വന്ന് ഒറ്റ വെടിക്ക് ഓടിച്ചു. അപ്പോൾ പ്രിയ അവിടേക്ക് വന്നു. പിന്നെ എന്താ ഉണ്ടായത്? അവൻ നടന്ന കാര്യങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് മുറിയുടെ മൂലയിൽ വെച്ചിരിക്കുന്ന തുണി അവൻ കണ്ടത്. അവൻ എഴുന്നേറ്റ് ചെന്ന് അതെടുത്തു നോക്കി. പ്രിയ ഇന്നലെ ഉടുത്തിരുന്ന സാരി അത് പാടെ കീറിയിരിക്കുന്നു. പെട്ടെന്ന് അവൻ ഞെട്ടി. ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കവേ അവൻ തളർന്ന് കട്ടിലിലിരുന്ന് പോയി. ഛേ, ഇന്നലെ രാത്രിയിൽ ദേഷ്യത്തിൽ താൻ എന്തൊക്കെയാണ് പ്രിയോട് കാണിച്ചു കൂട്ടിയത്? അവളുടെ സമ്മതമില്ലാതെ അവളെ പ്രാപിക്കാൻ ശ്രമിച്ചു. അവളെ അടിച്ചു. ബോധമില്ലാതെ എന്തൊക്കെ കോപ്രായങ്ങളാണ് താൻ അവളോട് ചെയ്തത്? അവൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് വേഗം പുറത്തേക്ക് നടന്നു. മുകളിലെ ബാൽക്കണിയിലിരുന്ന് കൊണ്ട് ചായ കുടിക്കുകയായിരുന്നു ദീപക്. അപ്പോഴാണ് ഗേറ്റ് തുറന്ന് അഭി വീട്ടിലേക്ക് വരുന്നത് അവൻ കണ്ടത്. ഇവനെന്താ കാലത്തെ തന്നെ ഇനി വീണ്ടും വല്ല കുഴപ്പമുണ്ടാക്കിയോ? അവൻ ആലോചിച്ചു. അപ്പോഴേക്കും അഭി അവിടേക്ക് വന്നു. അവൻ ബാൽക്കണിയിൽ തല താഴ്ത്തിയിരുന്നു. എന്താടാ, എന്തു പറ്റി? പതിവില്ലാതെ കാലത്ത് തന്നെ ഇങ്ങോട്ട് വന്നത്? ദീപക് ചോദിച്ചു. ഒന്നും പറയണ്ടടാ, മൊത്തത്തിലാകെ ചളമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തു പറ്റി? വീണ്ടും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായോ? ഇത് പക്ഷേ വിഷയം വേറെയാ. എന്ത്? അഭി കോളേജിലുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ട് അവനെല്ലാം കേട്ട് അന്തം വിട്ട് നിന്ന് പോയി. ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? അവളുടെ പോസ്റ്റ് കാരണം ഞാൻ അത്രയ്ക്ക് അപമാനിക്കപ്പെട്ടു. പ്രിയ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അവളാണ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നിനക്ക് ദോഷം വരുന്നതൊന്നും അവൾ ചെയ്യില്ല എന്നാര് പറഞ്ഞു? അവൾ തന്നെയാണ് ചെയ്തത്. അവളുടെ കാമുകൻ അവളെ ആക്ഷേപിച്ചതിൻ്റെ കേട് തീർക്കാനല്ലേ അവൾ എന്നെ ബലിയാടാക്കിയത്. കാമുകനോ? ആര്? ആ കിഴങ്ങൻ വരണോ? മണ്ണാൻ കട്ടയടാ. നീ കരുതുന്ന പോലെ അവൻ അവളുടെ കാമുകനൊന്നല്ല. കൂട്ടുകാരോട് ബെറ്റ് വെച്ച് കുറേ കാലം അവളെ വളക്ക പുറകെ നടന്നിട്ടും നടക്കാതെ വന്നപ്പോൾ അവളുടെ കാല് പിടിച്ച് കൂട്ടുകാരെ ബോധിപ്പിക്കാൻ അവൾ അവനോട് ഇഷ്ടമാണെന്ന് വെറുതെ പറഞ്ഞതാണ്. അല്ലാതെ അവൾക്ക് അവനോട് പ്രേമോ മണ്ണാങ്കട്ടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കേട്ടതും അഭി അമ്പരപ്പോടെ അവനെ നോക്കി. എന്ത്? അവൻ മനസ്സിലാവാതെ ചോദിച്ചു. സത്യം, അവൾ കല്യാണാലോചനയുമായി വന്നത് തന്നെ അവളോടുള്ള പ്രേമം കൊണ്ടല്ല, മറിച്ച് അവളോട് പ്രതികാരം ചെയ്യാൻ വന്നതാണ്.
അഭി വായും പൊളിച്ച് അവനെ നോക്കി നിന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? സത്യം. അവൻ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ വിശ്വാസം വരാതെ തരിച്ചു നിന്നുപോയി. നീ പറഞ്ഞതൊക്കെ നേരാണ്. പിന്നെ ഒരു കാര്യം കൂടി, അവളുടെ മനസ്സിൽ വേറെ ആരും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാരാണെന്ന് നിനക്കറിയണ്ടേ? അവൻ നെഞ്ചിരിപ്പോടെ ദീപകിനെ നോക്കി. അവനൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവളുടെ മനസ്സിൽ ഒരാളെ സ്ഥാനം പിടിച്ചിട്ടുള്ളൂ, അത് നീയാണ്. അത് കേട്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. വിശ്വസിക്കാനാവാതെ അവൻ ദീപകിനെ നോക്കി. സത്യം, അവിടെ എത്തിയത് മുതൽ അവളെ ഞാൻ വാച്ച് ചെയ്യുന്നതാണ്. നിന്നെ കാണുമ്പോഴുള്ള അവളുടെ മുഖഭാവം, അടുത്ത് വരുമ്പോഴുള്ള പെരുമാറ്റം, നീലിമയെ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് നിന്നെ കാണാൻ വന്നതേയില്ല. അന്നൊക്കെയുള്ള അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി അവൾ പ്രണയിച്ചത് നിന്നെയാണെന്ന്. അതുകൊണ്ടാണ് ഇന്ന് വരെ ആ മനസ്സിൽ മറ്റൊരാൾക്ക് സ്ഥാനം കിട്ടാതെ പോയത്. അത് കേട്ടതും അവൻ്റെ മുഖം വിടർന്നു. പെട്ടെന്ന് തന്നെ ഞെട്ടലോടെ ആ ചിരി മാഞ്ഞു. എന്താടാ, എന്തു പറ്റി? ദീപക് സംശയത്തോട് ചോദിച്ചു. അത് എടാ, എനിക്കിന്നലെ വേറൊരബദ്ധം പറ്റി. എന്തബദ്ധം? അത് അവൻ രാത്രി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ദീപക് ദേഷ്യത്തോടെ അവൻ്റെ കുത്തിന് പിടിച്ചു. എടാ, നീ ഇത്ര ചീപ്പായിരുന്നോടാ? നാണമില്ലേ സ്വന്തം ഭാര്യയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ? വിടണ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അബദ്ധം പറ്റിയതാ. മദ്യത്തിൻ്റെ ലഹരിയിൽ അവനൊക്കെ പറ്റിപ്പോയി. എന്തായാലും വേറെ ആരല്ലല്ലോ, എൻ്റെ ഭാര്യ തന്നെയല്ലേ. ഭാര്യയോടാണെങ്കിലും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാണോടാ? അപ്പം തന്നെ നിൻ്റെ ബോധം പോയത് നന്നായി. അപ്പം മുഖം കുനിച്ച് നിന്നു. അല്ല, എന്നിട്ട് ആ പെണ്ണെന്ന് പറഞ്ഞു? കാലത്ത് എഴുന്നേറ്റപ്പോൾ അവളെ മുറിയിലെങ്ങും കണ്ടില്ല. പിന്നെ നടന്നതൊക്കെ ഓർമ്മ വന്നപ്പോൾ അവളെ ഫേസ് ചെയ്യാനൊരു മടി, അതുകൊണ്ട് നേരെ ഇങ്ങനെ പോന്നു. അതേതായാലും നന്നായി. ഏതായാലും നീ വേഗം വീട്ടിലേക്ക് ചെല്ല്. ഇന്നലെ അവൾ നിന്നോട് കാണിച്ചതന്നെ നീ രാത്രി അവളോട് കാണിച്ചത് തന്നെ ധാരാളമാണ്. അതുകൊണ്ട് പിണക്കൊക്കെ മറന്ന് എൻ്റെ മോൻ ചെന്ന് അവളോട് ഒരു സോറി പറ. എടാ, അത് ഒന്നും പറയണ്ട, നിന്റെ കെട്ടിയോളല്ലേ, നിന്നെ പിടിച്ച് വിഴുങ്ങാനൊന്നും പോകുന്നില്ലല്ലോ, ചെല്ലടാ. അതും പറഞ്ഞ് ദീപക് അവനെ പറഞ്ഞു വിട്ടു. പിന്നെ പതിയെ ചിരിച്ചു. ഇവൻ്റെ ഒരു കാര്യം. വാതിൽക്കലെത്തിയതും അഭിയൊന്ന് നിന്നു. ദൈവമേ, ഇതെല്ലാം നടന്നതൊക്കെ അവൾ ആരോടെങ്കിലും പറഞ്ഞു കാണോ? അമ്മയെങ്ങാനും പറഞ്ഞാൽ എന്നെ കൊന്നത് തന്നെ. ഈശ്വരാ രക്ഷിക്കണേ. അത് പറഞ്ഞ് നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചുവിട്ട് അവൻ അകത്തേക്ക് കയറി പമ്മി നടന്നു. നിൽക്കണേ അവിടെ. അമ്മയുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടലോടെ അവിടെ നിന്നു. ഗോമതി അവൻ്റെ അരികിലേക്ക് വന്നു. നീ എവിടെ പോയതാടാ ഈ കൊച്ചു വെളുപ്പങ്കാലത്ത് തന്നെ? അതമ്മേ, ദീപകിന് ഒരു പെൻഡ്രൈവ് കൊടുക്കാൻ പോയതാ. പ്രിയമോളെ എഴുന്നിട്ടില്ലേ? നീ ചെന്ന് അവളോട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മരുന്ന് കഴിക്കാൻ പറ. ഇന്നേതായാലും അവളെ കോളേജിൽ വിടേണ്ട. മരുന്നോ? എന്ത് മരുന്ന്? അവൻ മനസ്സിലാവാതെ ചോദിച്ചു. അത് ശരി, അപ്പോൾ നിന്നോട് അവളൊന്നും പറഞ്ഞില്ലേ? ഇന്നലെ അവൾക്ക് നല്ല പനിയുണ്ടായിരുന്നു, അതുകൊണ്ട് കോളേജിൽ നിന്ന് ലീവ് എടുത്ത് ഡോക്ടറെയും കാണിച്ചിട്ട് അവൾ ഉച്ചയ്ക്ക് വന്നു. അത് കേട്ടതും അവനൊന്ന് ഞെട്ടി. അപ്പോൾ അതുകൊണ്ടാണോ അവൾ ഇന്നലെ നേരത്തെ വന്നത്? ഇതറിയാതെ ഞാൻ. അല്ല, അവൾ കിടക്കാണോ? അല്ലമ്മേ, ഞാൻ എഴുന്നേറ്റപ്പോൾ മുറിയിലെങ്കിൽ അവളെ കണ്ടില്ലേ? പിന്നെ അവളിതെവിടെ പോയി? ഗോമതി ചോദിച്ചു. അപ്പോൾ മാലിനി അവിടേക്ക് വന്നു. ഗോമതി ചേച്ചി, പ്രിയമോള് കാലത്ത് തന്നെ അമ്പലത്തിൽ പോയിരിക്കുക. ചേച്ചിയെ കാണാത്തത് കൊണ്ട് എന്നോട് പറയാൻ പറഞ്ഞിട്ടാണ് പോയത്. വരാൻ വൈകിയെന്നും പറയാൻ പറഞ്ഞു. അമ്പലത്തിലോ? അവൾ എന്ത് പണിയാണ് കാണിച്ചത്? ഏതായാലും വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ഇല്ലമ്മേ, എനിക്ക് ഓഫീസിൽ പോകണം, കുറച്ച് വർക്കുണ്ട്. എന്നാൽ നീ വേഗം പോയി കുളിച്ചിട്ട് വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. ഗോമതി പറഞ്ഞു. അഭി വേഗം മുകളിലേക്ക് പോയി കുളിച്ച് റെഡിയായി താഴേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവൻ ഓഫീസിലേക്ക് തിരിച്ചു. തൻ്റെ ക്യാബിനിലെ ചെയറിൽ കണ്ണടച്ചിരിക്കുകയായിരുന്നു അഭി. അപ്പോഴാണ് അവൻ ഫോൺ അടിച്ചത്. അവൻ ഫോണെടുത്ത് നോക്കി. വാട്സപ്പിൽ ഒരു മെസ്സേജ്. അവന് അത് എടുത്തു നോക്കി. പ്രിയയുടെ ഒരു വീഡിയോ. അവനത് പ്ലേ ചെയ്ത് നോക്കി. നമസ്കാരം, ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇന്നലെ എൻ്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് ഈ ഗ്രൂപ്പിൽ വന്നു. അതിൻ്റെ പേരിൽ നടക്കാൻ പാടില്ലാത്ത ചിലതൊക്കെ ക്യാമ്പസിൽ അരങ്ങേറി. അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ എഴുതുന്നത്. ആ
മെസ്സേജ് എങ്ങനെ ഗ്രൂപ്പിൽ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ചിലതൊക്കെ സത്യമാണ്. അഭിമന്യു എൻ്റെ ഭർത്താവാണ്. ഉറപ്പിച്ച വിവാഹം മുടങ്ങിയ വേളയിൽ എല്ലാവരും നിർബന്ധിച്ച് മനുവേട്ടനെ എന്നെക്കൊണ്ട് എൻ്റെ കഴുത്തെ താലി കെട്ടിച്ചതാണ്. പക്ഷേ ഒന്ന് മാത്രം സത്യമല്ല. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ആ വ്യക്തി അതൊരിക്കലും മനുവേട്ടനായിരുന്നില്ല. മനുവേട്ടനെ എനിക്ക് ഇഷ്ടമായിരുന്നു. നീലിമയുമായി മനുവേട്ടൻ്റെ വിവാഹം ഉറപ്പിച്ചപ്പോൾ എനിക്ക് സഹിക്കാനായില്ല. മനുവേട്ടനെ നഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ പൊതിയിലൊഴിച്ച ഒരു മാർഗമായിരുന്നു ഇത്. വിവാഹത്തിന് മുമ്പ് മനുവേട്ടനാണ് മുൻപ് എന്നോട് മോശമായി പെരുമാറിയത് എന്ന് അമ്മായിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. കല്യാണ ചെറുക്കനെ ഈ വിവരം അറിയിച്ച് കല്യാണം മുടക്കി. വിവാഹ പന്തലിൽ വെച്ച് അമ്മായി എന്നെ വിശ്വസിച്ച് സ്വന്തം മകനെതിരെ സംസാരിച്ചു. ഇതാണ് സത്യം. അഭിമന്യു ഒരിക്കലും തെറ്റുകാരനല്ല. സ്ത്രീകളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ കാരണം മനുവേട്ടനുണ്ടായ മാനക്കേടിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതും പറഞ്ഞ് കൈകൾ കൂപ്പി അവൾ പൊട്ടിക്കരഞ്ഞു. അപ്പോഴേക്കും വീഡിയോ അവസാനിച്ചു. അവയാകെ വിഷമത്തോടെ അവിടെ ഇരുന്നു. ആ സമയം അവൻ്റെ ഫോൺ അടിച്ചു. അവനത് എടുത്തു നോക്കി. ജിജു ആണല്ലോ. എന്തിനാ അവൻ വിളിക്കുന്നത്? ഏതായാലും കോൾ എടുക്കാം. അവൻ കോൾ എടുത്തു. ഹലോ അബി, ഞാൻ ജിജുവാണ്. ആ മനസ്സിലായി. എന്താ ജിജു വിളിച്ചത്? അത് പ്രിയമ്മയുടെ ഇട്ട വീഡിയോ കണ്ടോ? ഇപ്പോഴാണ് കണ്ടത്. അത് കണ്ടത് മുതലേ ഞങ്ങൾക്കൊരു സംശയം. അത് പറയാനാ ഞങ്ങൾ വിളിച്ചത്. അത് കേട്ടതും അവൻ്റെ നെറ്റി ചൊളിഞ്ഞു. എന്ത് സംശയം? ജിജു ഫോൺ സ്പീക്കറിലിട്ടു. ആ മെസ്സേജ് ഇട്ടത് പ്രിയമ്മയുടെ അല്ല. മാഡത്തിൻ്റെ ഫോണെടുത്ത് മറ്റാരോ ആണ് അത് ചെയ്തത്. അത് കേട്ടതും അവൻ ഞെട്ടി. അതെങ്ങനെ? പറയാം. ഇന്നലെ 12 മണിക്കല്ലേ ആ മെസ്സേജ് ഗ്രൂപ്പിൽ വന്നത്? ആ സമയത്ത് പ്രിയ ടീച്ചർ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ക്ലാസ്സിലായിരുന്നു. ജിജു പറഞ്ഞു. പ്രയാഗ് തുടർന്നു. അതെ അബി, മെറീന ടീച്ചറെ ലൈബ്രറിയിൽ പോയി എന്നോടൊരു ബുക്ക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. ലൈബ്രറിയിൽ ചെന്നപ്പോൾ ആ ബുക്ക് ഫസ്റ്റ് ഇയറിലുള്ള ഒരു സ്റ്റുഡൻറ്റ് കാലത്ത് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ ഫസ്റ്റ് ഇയർ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ പ്രിയ മാഡം ആയിരുന്നു അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. കാര്യം പറഞ്ഞപ്പോൾ മാഡം തന്നെയാണ് എനിക്ക് ആ ബുക്ക് കൊണ്ട് തന്നതും. മാത്രമല്ല ടീച്ചേഴ്സ് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഫോൺ എടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാഡം ഫോൺ ഓഫ് ചെയ്ത് സ്റ്റാഫ് റൂമിൽ വെച്ചിട്ടായിരിക്കണം പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ചെയ്തത് മാഡം അല്ല. മാഡത്തെ കൊടുക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാണ്. അത് കേട്ടതും അവനൊന്ന് നടുങ്ങി. അവനെന്തോ ആലോചിച്ചു. അവർ പറഞ്ഞത് ശരിയാകുമോ? പ്രിയിട്ട വീഡിയോയിൽ അവൾ എന്നെ മനുവേട്ടൻ എന്നാണ് അഭിസംബോധന ചെയ്തത്. പക്ഷേ ആ മെസ്സേജിൽ അബിയേട്ടൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ തന്നെ അങ്ങനെ വിളിക്കാറില്ല. അതിനർത്ഥം അത് മറ്റാരോ ചെയ്തതാണ് എന്നാണ്. അവൻ ഫോൺ കാതോട് ചേർത്തു. ഹലോ ജിജു, ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ കുറച്ച് പണിയുണ്ട് നമുക്ക്. അതും പറഞ്ഞ് കോപത്തോടെ അവൻ കോൾ കട്ട് ചെയ്തു. തുടരും.